സാരിഗമ, ബെഡ് ടൈം സ്റ്റോറീസ്, യൂട്ട്ലി ഫിലിംസ് എന്നീ ബാനറുകളിൽ വിക്രം മെഹ്റയും സിദ്ധാർത്ഥ് ആനന്ദ്കുമാറും ചേർന്ന് നിർമ്മിച്ച് ആശീർവാദ് കേരളത്തിൽ വിതരണത്തിന് എത്തിച്ച സിനിമയാണ് നുണക്കുഴി. ജിത്തു ജോസഫാണ് ഡയറക്ടർ, KR കൃഷ്ണകുമാറാണ് റൈറ്റർ. അപ്പൊ സിനിമ എനിക്ക് ഇഷ്ടമായിട്ടുണ്ട്. അടിപൊളി സിനിമ, നൈസ് പടം എന്നൊക്കെ പറയാൻ പറ്റും. നല്ലൊരു കോമഡി എന്റർടൈനർ മൂവിയാണ്. അപ്പൊ ഈ സിനിമ റിലീസ് ചെയ്യുന്നതിന് മുൻപേ തന്നെ ഇച്ചിരി കൗതുകമൊക്കെ ഉണ്ടാക്കിയ ഒരു കാര്യം ഉണ്ടായിരുന്നു. അതായത് ജിത്തു ജോസഫ് എന്ന് പറഞ്ഞ ഡയറക്ടർ, അദ്ദേഹം ചെയ്യുന്ന സിനിമകൾ ഇപ്പൊ കുറച്ച് കാലങ്ങളായിട്ട് ത്രില്ലർ സ്വഭാവങ്ങളുള്ള സിനിമ ആയതുകൊണ്ട് തന്നെ ഈ ഒരു സിനിമ വരുന്ന സമയത്ത് നമ്മൾ വിചാരിക്കുന്ന ഒരു ത്രില്ലർ സ്വഭാവത്തിലുള്ള സിനിമയാണെന്നൊക്കെ ആയിരുന്നു. അപ്പൊ നമ്മൾ ഈ ട്രെയിലർ കണ്ടപ്പോഴാണ് അറിയുന്നത് ഇതൊരു കോമഡി എന്റർടൈനർ ആണ്. സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്ന KR കൃഷ്ണകുമാർ ആണെങ്കിൽ ഇതിനു മുൻപ് ജിത്തു ജോസഫും കൃഷ്ണകുമാറും ചേർന്നിട്ട് ആ ഒരു കോംബോയിൽ 2 സിനിമകൾ വന്നിട്ടുണ്ടായിരുന്നു. കൂമൻ എന്ന് പറയുന്ന സിനിമയും അതുപോലെ തന്നെ 12th മാൻ എന്ന് പറയുന്ന സിനിമയും. അപ്പൊ ആ 2 സിനിമകളും ചെയ്തിട്ടുള്ള ത്രില്ലർ സ്വഭാവത്തിലുള്ള സിനിമകളായിരുന്നു. ആ സിനിമകൾ ചെയ്തിട്ടുള്ള അവരുടെ ഒരു കോംബോ വീണ്ടും വരിക എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ് ഈ ഒരു ത്രില്ലർ സ്വഭാവത്തിലുള്ള സിനിമ തന്നെയാണ്. പക്ഷെ ആ ഒരു പ്രതീക്ഷയൊക്കെ തെറ്റിച്ചുകൊണ്ട് 2 പേരും ചേർന്ന ഒരു കോമഡി മൂവിയാണ് എടുക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ ഇച്ചിരി കൗതുകമൊക്കെ വന്നിരുന്നു. അത് എത്രത്തോളം വിജയിക്കുന്ന കാര്യത്തിലൊക്കെ അറിയാൻ ഇച്ചിരി ആകാംക്ഷയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ എന്തായാലും ആ ഒരു ആകാംക്ഷയുടെ പുറത്ത് സിനിമ കണ്ടു. തീർച്ചയായിട്ടും സിനിമ നിരാശപ്പെടുത്തിയില്ല. നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ ഒരുപാട് മുൻപിട്ട് നിൽക്കുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷെ ജിത്തു ജോസഫിന്റെ മുമ്പ് ഇറങ്ങിയിട്ടുള്ള കോമഡി ഫിലിംസ് ഒക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഏറ്റവും അടിപൊളിയായിട്ട് എക്കാലത്തും പറയാൻ പറ്റുന്ന ഒരു സിനിമയാണ് മൈ ബോസ് എന്ന് പറയുന്ന ദിലീപ് നായകനായ സിനിമ. ഒരുപക്ഷെ ജിത്തു ജോസഫ് അതിനുശേഷം അത്രയും പെർഫെക്റ്റ് ആയിട്ട് ഒരു കോമഡി ട്രാക്ക് പിടിച്ചൊരു സിനിമ ചെയ്തിട്ടുണ്ടായിരിക്കില്ല. ചെയ്തിട്ടില്ല. അത് തന്നെയാണ് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. മാത്രമല്ല ജിത്തു ജോസഫിന്റെ ഈ ഒരു കോമഡി ട്രാക്കിലുള്ള പിന്നീട് ഇറങ്ങിയൊരു സിനിമ ഉണ്ടായിരുന്നു. ലാസ്റ്റ് ആയിട്ട് ആ സിനിമയാണ് റിലീസ് ചെയ്തതെന്നാണ് എൻ്റെ ഓർമ്മ. മിസ്റ്റർ ഫ്രോഡ് എന്ന് പറയുന്ന സിനിമയായിരുന്നു. ആ ഒരു സിനിമയിൽ അദ്ദേഹം വലിയ രീതിയിൽ നമ്മളെ നിരാശപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ജിത്തു ജോസഫ് അദ്ദേഹത്തിന് തന്നെ പാളിപ്പോ അദ്ദേഹത്തിന്റെ കരിയറിൽ തന്നെ ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ള ഒരു മൂവിയൊക്കെ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് മിസ്റ്റർ ഫ്രോഡ്. സോ അതിനുശേഷം ഇദ്ദേഹം കോമഡി ട്രാക്കുമായിട്ടൊരു സിനിമ വരിക എന്ന് പറയുമ്പോൾ അത് വിജയിക്കും എന്നുള്ള കാര്യത്തിലും ഇച്ചിരി സംശയമൊക്കെ ഉണ്ടായിരുന്നു. സംശയമൊക്കെ മാറി കിട്ടി. നല്ല രീതിയിൽ സിനിമ നമ്മളെ ഒരുപാട് ചിരിപ്പിച്ചു. ഒരുപാട് നേരം നമ്മൾ ഒരുപാട് നേരം നമ്മളത് ആസ്വദിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്ന ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. സോ ഒരു ഹ്യൂമറസ് എൻഗേജിങ് സ്റ്റോറി ടെല്ലിംഗ് ഒക്കെയാണ് ഈ സിനിമയെ കുറിച്ച് എനിക്ക് പറയാൻ തോന്നുന്നത്. ഇനി സിനിമയുടെ ഒരു പ്ലോട്ടിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ ഒരുപാട് മലയാള സിനിമകളിൽ പല കാലങ്ങളിലായിട്ട് കണ്ടിട്ടുള്ള ഒരുപാട് സിനിമകളുടെ സാദൃശ്യം ഈ ഒരു സിനിമയുടെ പ്ലോട്ടിലും കിടപ്പുണ്ട്. അതായത് എത്രയോ സിനിമകളിൽ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. ഈ പല ഇടങ്ങളിൽ ജീവിക്കുന്ന യാതൊരു പരിചയമില്ലാത്ത കുറച്ച് ആളുകൾ അവരുടെ ദിവസത്തെ ആ ലൈഫാണ് കാണിക്കുന്നത്. എന്തൊക്കെയോ പ്രശ്നങ്ങൾ പല മനുഷ്യരും നേരിടുന്നു. ഒരുപാട് മെസ്സായി കിടക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവുന്നു. പക്ഷെ ഒരു പോയിന്റ് എത്തുമ്പോൾ, പ്രത്യേകിച്ചും ക്ലൈമാക്സ് ഒക്കെ എത്തുമ്പോഴേക്കും ഈ മനുഷ്യരെല്ലാം ഒന്നിച്ചു ചേരുന്നു. ആ ഒരു പ്രശ്നത്തെ അവർ ലഘൂകരിക്കുന്നു എന്ന് പറയുന്ന സാധനം എത്രയോ സിനിമകളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതേ സാധനം ഈ സിനിമയ്ക്കകത്തും കൊണ്ടുവന്നിട്ടുണ്ട്. വളരെ ഒരു കോമഡി ട്രാക്ക് പിടിച്ചുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ അതിനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ തന്നെ പണ്ടത്തെ ഒരു കളിക്കളം എന്നൊക്കെ പറയുന്ന ഹിറ്റായിട്ടുള്ള ഒരു സോങ് ഉണ്ടായിരുന്നു. ആ സോങ്ങിന്റെ ഈണവും പശ്ചാത്തല സംഗീതവും ഒക്കെ പകർത്തി അതേപോലെയുള്ള നുണക്കുഴി എന്ന് പറയുന്ന ഒരു ടൈറ്റിൽ സോങ് ഒക്കെ ഈ സിനിമയ്ക്കകത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പഴയ കാല സിനിമയെ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ തന്നെയായിരുന്നു ആ ഒരു ടൈറ്റിൽ സോങ് പോലും ചെയ്തു വെച്ചേക്കുന്നത്. അതുപോലെ തന്നെ ഈ സിനിമയുടെ പേരിനെ കുറിച്ചും പ്രത്യേകം പറയണം. കാരണം സിനിമയ്ക്ക് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പേര് വന്നു എന്നൊക്കെ ഞാൻ മുൻപ് ആലോചിച്ചിരുന്നു. പക്ഷേ ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇത്രയും നീതിയുക്തമായിട്ടുള്ള ഒരു പേര് ഇനി വേറെ കൊടുക്കാനുണ്ടാവില്ല എന്ന്. കാരണം നുണക്കുഴി എന്ന് പറയുന്നത് പോലെ തന്നെയാണ്. നമ്മൾ വിചാരിക്കുന്ന ആ നുണക്കുഴി എന്നല്ല ഈ സിനിമയുടെ ആ ഒരു അർത്ഥം എന്ന് പറയുന്നത്. നുണക്കുഴി എന്ന് പറയുന്നത് ഒരു ദിവസം രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്, ഊരാക്കുടുക്കുകളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പല മനുഷ്യർ നുണകളുടെ മേൽ നുണകൾ പറഞ്ഞുകൊണ്ട് സ്വന്തം കുഴി തോണ്ടുന്ന ഒരു അവസ്ഥയില്ല. ആ അവസ്ഥയാണ് നുണക്കുഴി എന്ന് പറയുന്ന പേര് കൊണ്ട് സൂചിപ്പിക്കുന്നത്. കഥയും അതുപോലെ തന്നെയാണ്. ഇപ്പം സിനിമയിലെ കഥാപാത്രങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ ബേസിൽ ഇതിലൊരു കഥാപാത്രം ചെയ്തിട്ടുണ്ട്. സിദ്ദീഖ് ഉണ്ട്, അൽത്താഫ് ഉണ്ട്, മനോജ് KJN ഉണ്ട്. അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഇതിനകത്ത് വന്നിട്ടുണ്ട്. അപ്പം പ്രധാന കഥാപാത്രമായിട്ട് ചെയ്തിട്ടുള്ള നമ്മുടെ ബേസിലിന്റെ കഥാപാത്രത്തെ കുറിച്ച് പറയാം. ബേസിൽ ചെയ്ത കഥാപാത്രം നോക്കുകയാണെങ്കിൽ എബി സക്കറിയ പൂഴിക്കുന്നൽ എന്ന് പറയുന്നൊരു കഥാപാത്രമാണ്. ഞാൻ മുൻപും പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ബേസിലിനെ എപ്പോഴും പ്രേക്ഷകർക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ബേസിൽ എന്ന് പറയുന്നത് പ്രേക്ഷകർക്ക് എപ്പോഴും തോന്നുന്നത് എന്താണ്, അവനവന്റെ സ്വന്തം വീട്ടിലെ പയ്യൻ അല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിലെ പയ്യൻ എന്നുള്ള ഒരു ഫീലൊക്കെയാണ്. അതുകൊണ്ട് തന്നെ ബേസിൽ എന്ന് പറയുന്നത് എപ്പോഴും ഒരു ജനപ്രിയ നടൻ തന്നെയാണ്. അതിലൊരു സംശയമില്ല. സോ ബേസിൽ ഇതിലൊരു പ്രധാന കഥാപാത്രമായിട്ട് വരുമ്പോൾ, ഈ എബി സക്കറിയ പൂഴിക്കുന്നൽ എന്ന് പറയുന്ന കഥാപാത്രമായിട്ട് വരുമ്പോൾ പ്രേക്ഷകർക്ക് കണ്ടിരിക്കാൻ ഇഷ്ടമാണ്. അതുപോലെ തന്നെ പ്രേക്ഷകർ ഒരുപാട് ചിരിപ്പിക്കുന്ന രംഗങ്ങളും ഈ സിനിമയ്ക്കകത്തുണ്ട്. എബിയുടെ ഒരു കഥാപാത്രത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ എബി എന്ന് പറയുന്നത് ഉത്തരവാദിത്തങ്ങളില്ലാത്ത അത്യാവശ്യം റിച്ച് ആയിട്ടുള്ളൊരു പയ്യനാണ്. ഒറ്റ മകനാണ്. 3 മാസം മുൻപ് വിവാഹിതനാവുകയും അതുപോലെ തന്നെ കുടുംബകാര്യങ്ങളൊക്കെ നോക്കാൻ ഇച്ചിരി മടിയൊക്കെയുള്ള കഥാപാത്രമാണ്. അതോടൊപ്പം തന്നെ ഇച്ചിരി പൊങ്ങച്ചവും നിഷ്കളങ്കതയൊക്കെയുള്ള കഥാപാത്രം തന്നെയാണ്. അപ്പൊ ബേസിലിന്റെ ആ ഒരു പൊങ്ങച്ചമാണെങ്കിലും നിഷ്കളങ്കതയാണെങ്കിലും ഈവൻ ബേസിൽ ഒരു വില്ലനായിട്ട് അഭിനയിച്ചാൽ പോലും പ്രേക്ഷകർക്ക് അത് കാണാൻ ഇഷ്ടമാണ്. പ്രേക്ഷകർ അത് തമാശയോട് കൂടി തന്നെ അതിനൊക്കെ സ്വീകരിക്കുകയുള്ളൂ. അതിന് എക്സാമ്പിൾ തന്നെയാണ് ജയ ഹേയിലൊക്കെ ബേസിൽ ചെയ്തിട്ടുള്ള ക്യാരക്ടർ.
അപ്പോൾ ഈ എബി സക്കറിയ പൂഴിക്കുന്നേൽ എന്ന് പറയുന്ന കഥാപാത്രം ഒരു ദിവസം ഒരു പ്രശ്നത്തിൽ അകപ്പെടുന്നതും അതിനെ ചുറ്റിപ്പറ്റി ഉണ്ടാകുന്ന മറ്റു കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് സിനിമ മുമ്പോട്ട് പോകുന്നത്. ബേസിൽ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഓരോ സെക്കൻഡ് വെച്ച് ഇങ്ങനെ സ്ക്രീനിൽ ബേസിലിനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പോലും നമുക്കിങ്ങനെ ചിരി വന്നുകൊണ്ടേയിരിക്കും എന്ന് പറയുന്ന അവസ്ഥയില്ലേ, അങ്ങനെയായിരുന്നു. അതുപോലെ തന്നെ ഈ സിനിമയ്ക്കകത്ത് എടുത്ത് പറയേണ്ട അഭിനയം കാഴ്ചവെച്ച ആളാണ് സിദ്ദീഖ്. സിദ്ദീഖിന്റെ കാര്യം പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ അഭിനയം നമ്മൾ ശരിക്കും അതിശയിപ്പിക്കും. ചില സിനിമകളിൽ വില്ലനായിട്ട് വന്നു കഴിഞ്ഞാൽ, ഇപ്പൊ നേര് സിനിമയിൽ വില്ലനായിട്ട് വരുന്ന സമയത്ത് നെഗറ്റീവ് ഷെയ്ഡുള്ള ക്യാരക്ടർ ആയിരുന്നു. ആ ക്യാരക്ടർ ചെയ്യുന്ന സമയത്ത് നമുക്ക് അങ്ങ് വെറുത്തു പോകുന്ന അഭിനയമായിരുന്നു. ആ ഒരു ക്യാരക്ടറിനോട് നമുക്ക് ഭയങ്കരമായ ഹെയ്റ്റ് വരും. പക്ഷെ ഇതിനകത്ത് വരുന്ന സമയത്ത് ഒരു ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥനായിട്ടാണ് പുള്ളി കഥാപാത്രം ചെയ്തിരിക്കുന്നത്. തുടക്കത്തിൽ ആ ഒരു ഉദ്യോഗസ്ഥന്റെ ആ ഒരു പ്രൊഫൈലൊക്കെ കീപ്പ് ചെയ്ത് വളരെ സ്റ്റാൻഡേർഡ് ഉള്ള ഒരു കഥാപാത്രമാവുന്നു. പിന്നെ സിനിമ മുമ്പോട്ട് പോകുന്തോറും സിറ്റുവേഷൻ അനുസരിച്ച് ആ കഥാപാത്രം മാറിക്കൊണ്ടിരിക്കുന്നു. കുടിയനാകുന്നു, പിന്നീട് മുഴുകുടിയനാവുന്നു എന്നൊക്കെ പറയുന്ന ആ സംഭവമല്ലേ, സിദ്ദീഖ് ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല സിദ്ദീഖ് ചെയ്തിട്ടുള്ള ആ കഥാപാത്രം എന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് ചിരിപ്പിക്കുന്നുണ്ട്. അതാണ് ഏറ്റവും രസമായിട്ടുള്ള കാര്യം. വളരെ മനോഹരമായിട്ട് സിദ്ദീഖ് ആ കഥാപാത്രം ചെയ്തിട്ടുണ്ട്. പിന്നെ ബൈജു പോലീസ് ഉദ്യോഗസ്ഥനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഇവരൊക്കെ ഇങ്ങനെ സ്കോർ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ, അത് വേറെ കാര്യം. ബൈജു ആണെങ്കിലും സിദ്ദീഖ് ആണെങ്കിലും അതുപോലെ മനോജ് കെ ജയൻ ആണെങ്കിലും മലയാള സിനിമ ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് അധികം ഉപയോഗിക്കാത്ത ഒരു നല്ല നടനാണ്, പക്ഷെ അധികം ഉപയോഗിക്കാത്ത നടനാണ്. ആ ഒരു മനോജ് കെ ജയൻ എന്ന് പറയുന്ന നടനും ഇതിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ നായികമാരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഗ്രേസ് ആന്റണി ഇതിനകത്തൊരു കഥാപാത്രം ചെയ്തിട്ടുണ്ട്. ഗ്രേസ് ആന്റണിയെ പൊതുവെ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ്. കാരണം അവർ നന്നായിട്ട് പെർഫോം ചെയ്യും. പതിവ് പോലെ ഈ സിനിമയ്ക്കകത്തും പെർഫോം ചെയ്തിട്ടുണ്ട്, നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. മാത്രമല്ല നിഖില വിമൽ ഒരു കഥാപാത്രം ചെയ്തിട്ടുണ്ട്. ഇപ്പൊ തൊട്ടു മുൻപ് റിലീസ് ചെയ്തിട്ടുള്ള നിഖില അഭിനയിച്ചിട്ടുണ്ടായിരുന്ന ഗുരുവായൂർ അമ്പലനടയിൽ എന്നൊക്കെ പറയുന്ന സിനിമ ഇറങ്ങിയ സമയത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ചർച്ച ചെയ്തിട്ടുള്ള ഒരു കാര്യമായിരുന്നു നിഖിലയുടെ മുഖത്ത് എക്സ്പ്രഷൻ ഒന്നും വരുന്നില്ല, ഒരൊറ്റ ഭാവം വെച്ചിട്ടാണ് സിനിമ മൊത്തത്തിൽ നിഖില അഭിനയിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. ആ ഒരു ചർച്ചയൊക്കെ അല്ലെങ്കിൽ അത്തരം വിവാദങ്ങളെയൊക്കെ തള്ളി കളഞ്ഞുകൊണ്ട് നിഖില അതിൽ കുറച്ച് കൂടുതലായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. കിട്ടിയ കഥാപാത്രം നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ആ ഒരു സിംഗിൾ എക്സ്പ്രഷനൊക്കെ വെച്ചിട്ടുള്ള ആ ഒരു അഭിനയമൊക്കെ മാറ്റി പിടിച്ചിട്ടുണ്ട്. അത് ഇച്ചിരി വെറൈറ്റി ആയിട്ട് എനിക്ക് കുറച്ച് ഫീൽ ചെയ്തിട്ടുണ്ട്. അഭിനയിച്ചിട്ടുള്ള എല്ലാ കഥാപാത്രങ്ങളും ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ സൈജു കുറുപ്പ് ഒരു കഥാപാത്രം ചെയ്തിട്ടുണ്ട്, അജു വർഗീസ് ഒരു കഥാപാത്രം ചെയ്തിട്ടുണ്ട്. അൽത്താഫിന്റെ കാര്യം ഈ പറഞ്ഞ പോലെ ബേസിലിനെ പറഞ്ഞ പോലെയാണ്, പ്രേക്ഷകർക്ക് അൽത്താഫിനെ കണ്ടാലേ ചിരി വരും. ആ ഒരു ക്യൂട്ട്നെസ് ഇതിനകത്തും അൽത്താഫ് കീപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അഭിനയത്തിന്റെ കാര്യത്തിൽ എല്ലാവരും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഈ സിനിമയ്ക്കകത്ത് ഹ്യൂമർ കൊണ്ടുവരുന്ന കാര്യത്തിൽ എല്ലാവരും അടിപൊളിയായിട്ട് അത് ചെയ്തിട്ടുണ്ട്. പിന്നെ സിനിമയുടെ സ്ക്രിപ്റ്റിന്റെ കാര്യത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെയധികം കൈയടക്കത്തോടെ വളരെ ബ്രില്യൻ്റ് ആയിട്ടാണ് സ്ക്രിപ്റ്റ് ചെയ്തേക്കുന്നത്. അതായത് ഈ പറഞ്ഞ പോലെ രസച്ചരടുകൾ ഒരിക്കലും പൊട്ടാൻ പാടില്ല, അതിങ്ങനെ മുറുകിക്കൊണ്ടിരിക്കണം എന്ന് പറഞ്ഞ സംഭവമുണ്ട്. പലരുടെ ലൈഫ് പറഞ്ഞു പോകുന്ന സമയത്ത് പാളിച്ച് വരാൻ പാടില്ല, തുടങ്ങി കുറേ കാര്യങ്ങളുണ്ട്. അപ്പൊ ഫസ്റ്റ് ഹാഫ് ഒരുപാട് കോമഡികൾ കൈകാര്യം ചെയ്ത് ഇങ്ങനെ രസകരമായി പറഞ്ഞു പോകുന്നത് പോലെ തന്നെയാണ് സെക്കൻഡ് ഹാഫ് എന്ന് പറയുന്നത്. ഇച്ചിരി ക്രാഫ്റ്റ് ഒക്കെ അതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. സോ ആ ഒരു സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് വളരെയധികം ബ്രില്യൻ്റ് ആയിട്ടാണ് അവർ ചെയ്തു വെച്ചേക്കുന്നത്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ എല്ലാ ക്യാരക്ടേഴ്സും തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്ന രീതി അല്ലെങ്കിൽ പ്ലേസ്മെന്റ് ചെയ്തിരിക്കുന്ന രീതിയൊക്കെയാണ് ആ സ്ക്രിപ്റ്റിന്റെ ബ്രില്യൻസ് എന്ന് പറയുന്നത്. പിന്നെ ചിത്രത്തിന്റെ DOP ആയിട്ട് വർക്ക് ചെയ്തിരിക്കുന്നത് സതീഷ് കുറുപ്പാണ്. നൈസ് വർക്ക്, നല്ല വർക്കാണ് സതീഷ് കുറുപ്പിൻ്റെത്. അതുപോലെ തന്നെ എഡിറ്റർ ആയിട്ട് വർക്ക് ചെയ്തിരിക്കുന്നത് വിനായക് VS ആണ്. വിനായക് VSന്റെ വർക്കും എനിക്ക് പേഴ്സണലി എനിക്ക് ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ സിനിമ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഫാമിലിയുമായിട്ടൊക്കെ പോയി കാണാൻ പറ്റുന്ന ഒരു അടിപൊളി കോമഡി എന്റർടൈനർ മൂവിയാണിത്. മാത്രമല്ല ഈ സിനിമ അവസാനിപ്പിക്കുന്ന സമയത്ത് ചെറിയ ഹിന്റ് ഒക്കെ തന്നിട്ടുണ്ട്. ഒരു സെക്കൻഡ് പാർട്ട് ഒക്കെ വരാൻ സാധ്യതയുള്ള രീതിയിൽ ഒരു ഹിന്റ് ഒക്കെ അവിടെ വെച്ചിട്ടുണ്ട്. സെക്കൻഡ് പാർട്ട് വരുമോ ഇല്ല എന്നുള്ള കാര്യത്തിലൊന്നും ഒരു ഉറപ്പില്ല. പക്ഷെ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്ന ഈ ഒരു ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുള്ള സിനിമ എന്ന് പറയുന്നത് ഒരു അടിപൊളി തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും. ഒരു തിയേറ്ററിൽ തന്നെ പോയി കാണാൻ പറ്റുന്ന ഒരു വാച്ചബിൾ മൂവി എന്ന് ഈ സിനിമയെ കുറിച്ച് ഞാൻ പറയുള്ളൂ.